വലിയ ഹൈപ്പോടെത്തി ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ വീണ നിരവധി ചിത്രങ്ങൾ എല്ലാ ഭാഷയിലുമുണ്ട്. മലയാളത്തിലുമുണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങൾ. ആ ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമകളിൽ ഒന്നാണ് ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ. ഇടുക്കി ഗോൾഡിന്റെ വിജയത്തിന് ശേഷം ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രം. ആഷിഖിന്റെ സംവിധായകനുള്ള അരങ്ങേറ്റ ചിത്രവും മമ്മൂട്ടിക്കൊപ്പമായിരുന്നു. മമ്മൂട്ടി അതുവരെ കാണാത്ത ഗെറ്റപ്പിൽ സ്റ്റൈലിഷായി അവതരിപ്പിക്കുന്ന ചിത്രമെന്ന നിലയിൽ വൻ പ്രീ റിലീസ് ഹൈപ്പ് നേടിയെങ്കിലും ആദ്യ ഷോയ്കൾക്കിപ്പുറം ചിത്രം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നേടിയെടുത്തത്. എന്നാൽ പ്രീ റിലീസ് ഹൈപ്പ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനിൽ പ്രതിഫലിച്ചിരുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സന്തോഷ് ടി കുരുവിള തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ചിത്രത്തിന് അർഹിച്ച അംഗീകാരം കിട്ടിയോ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചിത്രത്തെക്കുറിച്ച് പിന്നീട് മമ്മൂട്ടി സംസാരിച്ചിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കാണ് സന്തോഷ് ടി കുരുവിള മറുപടി പറഞ്ഞത്. ഗ്യാങ്സ്റ്ററിന് അർഹിച്ച അംഗീകാരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അംഗീകാരം ആ സമയത്ത് കിട്ടാനുള്ള സിനിമയല്ലായിരുന്നു അത്. പിന്നീട് എങ്ങനെയോ മമ്മൂട്ടി അത് പോയി സംസാരിക്കുന്നു. സന്തോഷ് ടി കുരുവിള ചോദിക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനെക്കുറിച്ചും ആകെ ഷെയറിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായിരുന്നു ഗ്യാങ്സ്റ്റർ. ആദ്യ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയം വരെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ഗ്യാങ്സ്റ്റർ. 89,00,000 രൂപ ഷെയർ ഉണ്ടായിരുന്നു അതിന്. അത് പിന്നെ വലിയ തുകയായിരുന്നു. ആ സിനിമ ഇപ്പോളാണെങ്കിൽ ചിലപ്പോൾ വിജയിക്കും. അവസാനത്തെ ആ ആനിമേഷൻ സീക്വൻസ് ഒക്കെ മാറ്റി ഇറക്കിയാൽ പ്രത്യേകത അവസ്ഥ കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. നിർമ്മാതാവ് പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് സന്തോഷ് ടി കുരുവിള ഇക്കാര്യം പറഞ്ഞത്.